അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. സ്വദഖല്ലാഹു മൗലാനൽ അലിയുൽ അളീം. സ്നേഹാദരണീയരായ വേദിയിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും പോഷക ഘടകങ്ങളുടെയും പ്രത്യേകിച്ച് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെയും ഒക്കെ കർമ്മധീരരായ പണ്ഡിത നേതാക്കൾ, ഉമറാക്കൾ, അപ്രകാരം തന്നെ നമ്മുടെ ഈ മഹത്തായ ദാറുൽ ഹുദ എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ മുഖ്യ കാര്യദർശി അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിത നേതാക്കൾ, പ്രഗത്ഭരായ ഉമറാക്കൾ, വേദിയെ ധന്യമാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അതിദീർഘമായ ഒരു പ്രഭാഷണമല്ലെങ്കിലും ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധമുണ്ട് എന്ന ബോധ്യത്തോടു കൂടി തന്നെ ഏതാനും ചില കാര്യങ്ങൾ ഇത് ഓൺലൈനായി പോലും പ്രസരിപ്പിക്കപ്പെടുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കാൻ എന്ന ഉദ്ദേശ്യത്തോടു കൂടി ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. 1986 ജൂൺ മാസം 26 ആരംഭിച്ച ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ പടവുകൾ നോക്കിക്കാണുവാനും അതിൻ്റെ സന്തതികളുടെ പ്രവർത്തനം ശരിക്കും ആസ്വദിക്കുവാനും ഒക്കെ അവസരം കിട്ടിയവരാണ് കേരളീയ മുസ്ലിങ്ങൾ എന്നല്ല ഇന്ത്യൻ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ പൊതുസമൂഹം. 2025 അതിൻ്റെ 40ാം വാർഷികം മനോഹരമായി ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ ഭാഗമാണ് ഈ റുബി ജൂബിലിയുടെ പ്രചരണ സംഗമം. 40 ബാച്ച് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങിയെന്ന് പറയുമ്പോൾ 28ാം ബാച്ച് ബിരുദം നേടി 40 ബാച്ചുകൾ അവിടെ കടന്നു പോകുന്നു. 270 പേർക്ക് ബിരുദം കൊടുക്കുന്നൊരു സംഗമമാണ് വരാൻ പോകുന്നത്. 40ഓളം ബാച്ചുകളാണ് ഇതുവരെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിച്ചവരുമായി ദാറുൽ ഹുദ എന്ന ക്യാമ്പസിനകത്ത് ബഹുമുഖ പ്രതിഭകളായി വളരാൻ അവസരം സിദ്ധിച്ചവർ. തന്നെയുമല്ല, നമ്മുടെ രാജ്യത്തും രാജ്യത്തിന് പുറത്തും ഇസ്ലാമിക ദഅ്വ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വൈപുല്യമാർന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന 3000ഓളം ഉദവികൾ ഈ സമൂഹത്തിന് മാതൃകാ പുരുഷന്മാരായി സമർപ്പണം ചെയ്യപ്പെട്ടൊരു സ്ഥാപനം കൂടിയാണത്. മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ആദ്യമായി ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് ഓതി കൊടുത്തുകൊണ്ട് ആരംഭിച്ച ഒരു മഹാപ്രസ്ഥാനം ഇന്ന് 6 ഓഫ് ക്യാമ്പസുകളായി, 30ഓളം അഫിലിയേറ്റഡ് കോളേജുകളായി, 10,527 വിദ്യാർത്ഥികൾ ഇപ്പോൾ ദാറുൽ ഹുദയുടെ സന്തതികളായി ഓഫ് ക്യാമ്പസുകളിലും അഫിലിയേറ്റഡ് കോളേജുകളിലും ദാറുൽ ഹുദയിലുമൊക്കെയായി പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന് മറ്റൊരു ഡാറ്റ ആവശ്യമില്ല. തുടക്കത്തിലുണ്ടായിരുന്ന 80 കുട്ടികളിൽ നിന്ന്, 80 വിദ്യാർത്ഥികളിൽ നിന്ന് 10,527 വളർച്ച സ്ഥാപനത്തെ അളക്കാനുള്ള ഏറ്റവും വലിയ മാപ്പിനിയാണ്. അത് മനസ്സിലാക്കുന്നവരും ഉൾക്കൊള്ളുന്നവരുമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നവരും ഇത് ഓൺലൈൻ വഴി കേട്ടുകൊണ്ടിരിക്കുന്നവരും. തിരുവനന്തപുരത്ത് മനോഹരമായ ഓഫ് ക്യാമ്പസ്, കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ, ആന്ധ്രാപ്രദേശിലെ പൊങ്കനൂരിൽ, ബീർഭൂമിൽ വെസ്റ്റ് ബംഗാൾ, ബാർപേട്ട ആസാം, കർണാടകയിലെ ഹാങ്കൽ, മഹാരാഷ്ട്രയിലെ ഭീവണ്ടിയിലെ വഡോളി, ഈ ഓഫ് ക്യാമ്പസുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ 6 ഓഫ് ക്യാമ്പസുകളും ദാറുൽ ഹുദയെപ്പോലെ തന്നെ പ്രവർത്തിക്കുന്ന മനോഹരമായ സ്ഥാപനങ്ങളായി നമുക്ക് കാണുവാൻ കഴിയുന്നു. സാംസ്കാരിക മുന്നേറ്റം വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ എന്ന ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസമാണ് നമുക്ക് ഉയർച്ചയ്ക്കുള്ള പടവുകൾ, സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന മനോഹരമായ പ്രവർത്തനമാണ് ദാറുൽ ഹുദ ഇന്നോളം കാഴ്ചവെച്ചത്. കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നാനോന്മുഖമായ പ്രവർത്തനങ്ങൾ, ഭാഷാ നൈപുണ്യം വളർത്തിക്കൊണ്ട് ദഅ്വത്തിന് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങൾ. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളം ഫലവത്താണ് എന്ന് ചിന്തിക്കാൻ ചെറിയ ഒരു ഡാറ്റ മാത്രം പരിശോധിച്ചാൽ മതി. നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ ഇത് കെട്ടിപ്പടുക്കുമ്പോൾ കണ്ട ഏറ്റവും വലിയ ദൗത്യം ഇന്ത്യയിലെ ഇസ്ലാം എത്താത്ത അല്ലെങ്കിൽ ദഅ്വത്ത് എത്തിച്ചേരാത്ത പ്രദേശത്തെ ജനങ്ങൾക്ക് ദീനെത്തിച്ചു കൊടുക്കുക എന്ന പ്രൗഢമായ ഒരു പ്രവർത്തനമായിരുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ നമ്മൾ പരിശോധിച്ചാൽ ഇവിടുത്തെ ജനസംഖ്യ എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ എന്നേ പറയാൻ പറ്റൂ. കൃത്യമായ ജനസംഖ്യ നമുക്ക് പറയണമെങ്കിൽ അത്ര കൃത്യമായി അത് രേഖപ്പെടുത്താനുള്ള സംവിധാനം അടുത്തുണ്ടായിട്ടില്ല. 144,17,19,852
ഇന്ന് ലിഖിതമായി കിടക്കുന്ന എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ 150 കോടി ജനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് എസ്റ്റിമേറ്റഡ് ആണ്. അതിനേക്കാൾ കൂടുതലേ ഉണ്ടാകൂ, കുറവൊരിക്കലും വരില്ല. ആ 150 കോടി വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളിൽ, ഇന്ത്യൻ ജനതയിൽ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് 20,47,60,392 എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത് കൃത്യമല്ല, അതിനേക്കാൾ കൂടുതലുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഒരു കാനേശുമാരി നടത്തിയാൽ അതിനേക്കാൾ കൂടുതലുണ്ടാകും. നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഒരു 21 കോടി മുസ്ലിങ്ങൾ എന്ന് പറയുക, കൃത്യമായ കണക്കല്ലെങ്കിലും നമുക്കൊരു ഡാറ്റ മനസ്സിലാക്കാൻ വേണ്ടി. ഇന്ത്യയിലെ 150 കോടി ജനതയിൽ 21 കോടി മുസ്ലിങ്ങളാണെങ്കിൽ അതിൽ 1 കോടി മുസ്ലിങ്ങളിൽ താഴെ മാത്രമാണ് കേരളത്തിൽ വസിക്കുന്നവർ, മലയാളം അറിയുന്നവർ. ബാക്കി 20 കോടിയും കേരളത്തിൻ്റെ പുറത്താണ്. അവരിൽ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ ഒരു പക്ഷേ മലയാള ഭാഷ അറിയൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കേണ്ട വലിയൊരു കടമ ഈ മലയാളി സഹോദരങ്ങൾക്കുണ്ട്. കാരണം അല്ലാഹുവിൻ്റെ ദീൻ നേരത്തെ കടന്നു വന്ന മണ്ണാണിത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാന പാരമ്പര്യം ഇവിടെ സമൂഹത്തെ പഠിപ്പിച്ച മഹദൂമീങ്ങളുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണായത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനം കേരളീയ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാനമാണിത്. ഇത്രമേൽ കെട്ടുറപ്പും ഇത്രമേൽ മതബോധവും ഇത്രമേൽ മതസൗഹൃദവും പ്രബോധനത്തിന് വേണ്ട വിവിധ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നൊരു സംസ്ഥാനം ഇന്ത്യയിൽ വേറെ ഇല്ല. മാത്രമല്ല, നോർത്ത് ഇന്ത്യയെക്കുറിച്ച് പഠിച്ചാൽ നമുക്കറിയും, ഏകദേശം 6.5 നൂറ്റാണ്ട് കാലം എന്ന് പറഞ്ഞാൽ 650 കൊല്ലത്തോളം ഇന്ത്യ മുസ്ലിങ്ങളാണ് ഭരിച്ചത്. ഇസ്ലാമിക ഭരണമെന്ന് പറയാവതല്ലെങ്കിലും 45-ലധികം ഭരണാധികാരികൾ മുസ്ലിങ്ങളായി ഇന്ത്യ ഭരിച്ച നീണ്ട ഒരു ചരിത്ര പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രദേശത്തെ മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കെടുതികളും നമുക്ക് ബോധ്യമുണ്ട്. കേരളീയ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ദിവസത്തെ രാജഭരണം ആസ്വദിക്കാൻ അവസരം അല്ലാഹു തന്നിട്ടില്ല. ടിപ്പു സുൽത്താൻ്റെ ഒരു പടപ്പുറപ്പാടും അറക്കൽ ആലി രാജാവിൻ്റെ ഒരു പ്രവർത്തനവും മാത്രമല്ലാതെ ഒരു രാജഭരണത്തിൻ്റെ ശീതളച്ചായ ആസ്വദിക്കാൻ നമുക്ക് അവസരമുണ്ടായിട്ടില്ല. എന്നിട്ടും നമ്മൾ അവരെക്കാൾ മുകളിലെത്തി. ഒരുപക്ഷെ നിരീക്ഷകർ പറയും ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഭജനം അവർക്ക് വലിയ കെടുതി സമ്മാനിച്ചു എന്ന്. അതിനേക്കാൾ വലിയ കെടുതി പേറിയവരാണ് നമ്മുടെ പൂർവികർ. 1921 മാപ്പിള ഔട്ട്റേജസ് ആക്ട് ഈ ഉമ്മത്തിനെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും പടം വരക്കുമ്പോൾ അതിൽ അവരും നമ്മളും തുല്യരെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ഉയർത്തെഴുന്നേൽപ്പിന് നമുക്കാണ് കഴിഞ്ഞത്. അവർക്ക് വിഭജനത്തിൻ്റെ കെടുതിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പുണ്ടായില്ല, ദഴവത്തുണ്ടായില്ല, സംഘബോധമുണ്ടായില്ല. പഠിച്ചാൽ നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും പ്രബല ജനവിഭാഗമാണ്. ദ സെക്കൻഡ് ലാർജസ്റ്റ് റിലീജിയൻ ഇന്ത്യ എന്നാണ് നിങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നത്. ദ സെക്കൻഡ് ലാർജസ്റ്റ് റിലീജിയൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതം അത് നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹമാണ്. ഇന്ത്യയിൽ നോട്ടിഫൈഡ് മൈനോറിറ്റി 6 കൂട്ടരാണ്. ആ നോട്ടിഫൈഡ് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി. അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ന്യൂനപക്ഷം നമ്മളാണ്. ഇന്ത്യയിലെ നോട്ടിഫൈഡ് മൈനോറിറ്റിയിൽ ഏറ്റവും കൂടുതലുള്ള മുസ്ലിങ്ങൾ 20 കോടിയിൽ പരം വരുന്ന മുസ്ലിങ്ങൾ. അത്ര ഇന്ത്യയിൽ ഹൈന്ദവ സമൂഹം കഴിഞ്ഞാൽ മറ്റാരുമില്ല. ആ 21 ലക്ഷം വരുന്ന മുസ്ലിങ്ങളിൽ 20 ലക്ഷവും കേരളത്തിൻ്റെ പുറത്താണെന്ന് പറയുമ്പോൾ അവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കണ്ടേ? അവർക്ക് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീൻ പഠിക്കണ്ടേ? ആ ഒരു ഭാവനയാണ് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയും എം.എൻ. ബഷീർ മുസ്ലിയാരും C.H. ഐദ്രോസ് മുസ്ലിയാരും ഒക്കെ മുന്നിൽ കണ്ടത്. അവർക്കാണ് ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയെ പോലുള്ള, സൈദലവി ഹാജിയെ പോലുള്ള ആളുകൾ പിന്തുണ കൊടുത്തുകൊണ്ട് സാമ്പത്തികമായും അതുപോലെ തന്നെ മാനസികമായും അവർക്കൊപ്പം നിന്നത്. പാണക്കാട് സയ്യിദ് കുടുംബത്തിൻ്റെ ഒരു നേതൃത്വം അവർക്ക് മുമ്പിലുണ്ടായി. ആ നേതൃത്വത്തിൻ്റെ കൂട്ടായ്മ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സാധാരണക്കാരും ഉലമാക്കളും ഉമറാക്കളും ഒക്കെ കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ, ഉലമ ഉമറ കൂട്ടായ്മ. അതാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന് അഭിമാനകരമായ ഒരു സർവകലാശാലയായ ഒരു സ്ഥാപനത്തെ വളർത്താൻ ഉപകരിച്ച ഏറ്റവും വലിയ കാര്യം. തുടക്കത്തിൽ ഒരുപാട് വിമർശനങ്ങളുണ്ടായിരുന്നു. എവിടേക്കാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ച ആളുകളുണ്ടായിരുന്നു. ഇതിന് തുടക്കം കുറിച്ച മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന വരെ എതിർപ്പിൻ്റെ കൂരമ്പുകൾ സഹിച്ചുകൊണ്ടാണ് അതിൻ്റെ പാത താണ്ടി കടന്നിവിടെ എത്തിയത്. മഹല്ലുകളുടെ കൂട്ടായ്മയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. 1976 ആ ചിന്തക്ക് മുട്ടിടുന്നത്. തിരൂർ മേഖല ജംഇയ്യത്തുൽ ഉലമയുടെ സംഗമത്തോടനുബന്ധിച്ചുകൊണ്ട് അങ്ങനെ ഒരു ആലോചന വരികയും അങ്ങനെ മഹല്ലുകളുടെ കൂട്ടായ്മ രൂപീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അന്ന് തന്നെ ഉയർത്തിപ്പിടിച്ചൊരു ചോദ്യമായിരുന്നു പലരും, സുന്നി യുവജന സംഘമുള്ളപ്പോൾ പിന്നെ എന്തിനാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ? അതായിരുന്നു ചോദ്യം. ആ ചോദ്യം പലരും ഉയർത്തി. മഹാനായ ബാപ്പുട്ടി ഹാജി ആശയത്തിൽ ഉറച്ചു നിന്നോ, മഹല്ലുകൾക്കൊരു കൂട്ടായ്മ വേണം.
സമത്തൊക്കെ വേറെയും പല കീഴ്ഘടകങ്ങളുണ്ട്. അതുപോലെ SYS അതിൻ്റെ പ്രവർത്തനം നടത്തട്ടെ. മഹല്ല് ഫെഡറേഷൻ മഹല്ലുകളെ ക്രോഡീകരിച്ച് പ്രവർത്തിക്കട്ടെ. അങ്ങനെ അവസാനം തർക്കം വന്നു. പലരും ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ അന്തിമ തീരുമാനമെടുക്കാൻ അള്ളാഹുവിൻ്റെ വലിയ ആരിഫമായ ആ കാലഘട്ടത്തിലെ പ്രോജ്വല വ്യക്തിത്വം ചാപ്പനങ്ങാടി ബാബ് മുസ്ലിയാരെ സമീപിക്കാൻ തീരുമാനിച്ചു. മഹാനായ ചാപ്പനങ്ങാടി ബാബ് മുസ്ലിയാരെ ചെന്നുകൊണ്ട് കാര്യം അവതരിപ്പിച്ചപ്പോൾ ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞു, സുന്നി മഹല്ല് ഫെഡറേഷൻ ആവശ്യമാണ്. മഹല്ലുകളുടെ ഖത്തീബമാരെയും മുദരിസുമാരെയും ഭാരവാഹികളെയും ഉമറാക്കളെയും ഉലമാക്കളെയും ഒക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ടൊരു സംഘമുണ്ടാകുന്നത് ദീനീ പ്രവർത്തനത്തിന് വലിയ ഗുണം ചെയ്യും. ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെ വാക്കോടുകൂടി സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ കടന്നുവരവിന് പാതയൊരുങ്ങി. 1976 ഏപ്രിൽ 26 ചെമ്മാട് സമത്തയുടെ തിരൂർ താലൂക്ക് വടക്കൻ മേഖലാ സമ്മേളനത്തിൽ വെച്ച് SMFൻ്റെ പ്രഥമ രൂപീകരണം നടക്കുകയാണ്. TKM ബാ മുസ്ലിയാർ പ്രസിഡന്റും CH ഐദ്രോസ് മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായി ബാപ്പുട്ടി ഹാജിയുടെ ഒക്കെ പിൻബലത്തോടുകൂടി മഹാന്മാരായ പണ്ഡിതന്മാരുടെ ആശീർവാദത്തോടുകൂടി രൂപീകരിച്ച സംഘടന 1977 സമത്തയുടെ ജില്ലാ മഹാസമ്മേളനം നടക്കുമ്പോൾ ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു. ആ ജില്ലാ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദായിരുന്നു. അതിന് ജനറൽ സെക്രട്ടറിയായി വന്നത് ചെമ്മൂക്കൻ കുഞ്ഞാപ്പു ഹാജി സാഹിബായിരുന്നു. മരിക്കുന്ന സമയത്തും അദ്ദേഹം അത്തരമൊരു പദവിയിലേക്ക് വീണ്ടും ഈ സമൂഹത്തെ നയിക്കാൻ മുന്നോട്ട് വന്നു. അതുപോലെ തന്നെ ബാപ്പുട്ടി ഹാജി ട്രഷററുമായി കമ്മിറ്റി രൂപീകരിച്ചു. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ജില്ലാ കമ്മിറ്റി അവർ ഖാദിമാരെയും ഖത്തീബമാരെയും മുദരിസുമാരെയും മുഅല്ലിങ്ങളെയും മദ്രസകളുടെ നേതാക്കളെയും മഹലിൻ്റെ ഭാരവാഹികളെയും ഒന്നിച്ചു കൂട്ടിച്ചേർത്തുകൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കി സുന്നി മഹല്ല് ഫെഡറേഷൻ മാതൃകാ പ്രവർത്തനം തുടങ്ങി. അന്നും എതിർപ്പുകളുണ്ടായിരുന്നു, ശക്തമായ എതിർപ്പ്. എന്തിനാണ് ഇങ്ങനെ ഒരു ഫെഡറേഷൻ എന്ന് ചോദിച്ച ആളുകളുണ്ട്. ഫെഡറേഷൻ സുന്നികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചൊരു കാലഘട്ടം എനിക്കറിയാം. ഇന്ന് നിങ്ങൾ നോക്കൂ, ഇന്ന് ഖാദി ഫൗണ്ടേഷനെ കുറിച്ച് ചിലർ പറയുന്നത് അന്ന് സുന്നി മഹല്ല് ഫെഡറേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് അവർ പറയുന്നു സുന്നി മഹല്ല് ഫെഡറേഷൻ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് പാണക്കാട് തങ്ങൾക്കൊരു ഖാദി ഫൗണ്ടേഷൻ എന്ന്. അത് ഏതാനും ദിവസം മുമ്പ് സമത്തയുടെ പ്രസിഡന്റ് തന്നെ ക്ലാരിഫൈ ചെയ്തത് കൊണ്ട് ഇപ്പോൾ അവർക്കൊന്നും പറയാനില്ല. നമുക്കറിയാമല്ലോ, ഇന്ന് SKMMA ഉണ്ട്, SKJQ ഉണ്ട്, ജമിയത്തുൽ മുദരിസീൻ ഉണ്ട്. ഇതൊക്കെ SMFൻ്റെ കുടക്കീഴിലുള്ളതായിരുന്നു. SMFൻ്റെ കുടക്കീഴിൽ നിന്ന് പ്രവർത്തനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ആലോചിച്ച് സമത്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയത്, അസോസിയേഷൻ. ഞങ്ങളൊക്കെ അതിൽ മെമ്പർമാരാണ്. സമത്ത കേരള ജമിയത്തുൽ ഖുതബ സുന്നി മഹല്ല് ഫെഡറേഷൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് രൂപീകരിച്ചതാണ്. എന്തിനാണത്? പ്രവർത്തന സൗകര്യത്തിന്. ജമിയത്തുൽ മുദരിസീൻ പണ്ടില്ലല്ലോ. ആ ജമിയത്തുൽ മുദരിസീൻ അടക്കമുള്ള മുദരിസുമാരും ഖത്തീബുമാരും മദ്രസ ഭാരവാഹികളും മഹല്ല് ഭാരവാഹികളും SMFൻ്റെ ഘടനയിൽ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗങ്ങളായിരുന്നു. ഒക്കെ നമ്മൾ വിഭജിച്ച് സൗകര്യത്തിന് വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കുന്നത്. സംഘടന വളരുമ്പോൾ അങ്ങനെയാണ്. അങ്ങനെ സംഘടന വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ തങ്ങളുടെ കാലിസ്ഥാനമുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകമായി ഒരു സംവിധാനം ഏർപ്പെടുത്താൻ തങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിനെ ആ രീതിയിൽ കാണേണ്ടതായിരുന്നു. അങ്ങനെ കാണണം. ഞാനതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇവിടെ അന്ന് SMFനെ എതിർക്കാൻ SYS ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രവർത്തനത്തെ എതിർക്കാൻ SMFനെ മുന്നിൽ വെച്ചുകൊണ്ട് ചില ശ്രമിക്കുമ്പോൾ വൈരുദ്ധ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിതിലേക്ക് പോകുന്നില്ല. എതിർപ്പിൻ്റെ മുനകൾ പലപ്പോഴും പരിശോധിക്കപ്പെടേണ്ടതാണ്. എതിർപ്പുകളെക്കുറിച്ച് പലപ്പോഴും പഠിക്കേണ്ടതാണ്. ഈ എതിർപ്പ് വരുമ്പോൾ ഒരു ഗുണമുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിച്ചു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നുകിൽ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹിലേക്ക് തങ്ങൾ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ, രണ്ടുപേരിൽ ഒരാളുടെ ഒരു കൗലിൽ കാണാൻ കഴിയും. കൈഫ നഅരിഫു അഹ്ലൽ ഹഖ് എന്ന് ചോദിച്ചു. നമ്മൾ എങ്ങനെയാണ് സത്യത്തിൻ്റെ അഹ്ലുകാരെ മനസ്സിലാക്കുക? കൈഫ നഅരിഫു അഹ്ലൽ ഹഖ്, അഹ്ലുൽ ഹഖിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് പറഞ്ഞ മറുപടി ഇത്തബി സിഹാമൽ അദുവ്, ഇത്തബി നീ പിന്തുടരണം സിഹാമൽ അദുവി, ശത്രുവിൻ്റെ അമ്പിനെ പിന്തുടരുക. ശത്രുവിൻ്റെ അമ്പിനെ പിന്തുട. ആരെയാണോ ശത്രു അമ്പെയ്യുന്നത്, ആരുടെ നേരെയാണോ ശത്രു കുരച്ചു ചാടുന്നതെന്ന് നോക്കുക. ഫയ്യ തുർഷിദുക ഇലൈഹിം, നിനക്ക് സത്യത്തിൻ്റെ അഹ്ലുകാരടുത്ത് എത്താൻ കഴിയും. ശത്രുവിൻ്റെ വാൾമുന നിങ്ങൾക്ക് നേരെയാണെങ്കിൽ, ഇസ്ലാമിൻ്റെ ശത്രുക്കളെ കുറിച്ചാണ് പറയുന്നത്, വേറെ ശത്രുതകളെ കുറിച്ചല്ല. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നിങ്ങളുടെ മേലെ വാൾമുന നീട്ടുന്നുണ്ടോ എങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ആ അമ്പ് പോയി തറക്കുന്ന ആളുകൾ സത്യത്തിൻ്റെ ആളുകളായിരിക്കും. അതാണ് മഹാന്മാർ പഠിപ്പിച്ചത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഈ രീതിയിൽ ഈ സംഘടന വളർന്നു വന്ന സുന്നി മഹല്ല് ഫെഡറേഷൻ 1987 കുറ്റിപ്പുറത്ത് സമത്തയുടെ മഹാസമ്മേളനം നടക്കുമ്പോൾ കേരളം കണ്ട പ്രതിഭാസമ്പന്നനായ പണ്ഡിത മഹാനും കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ആത്മീയ നായകനും ഒന്നു ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പ്രസിഡന്റും സെയ്ദ് ഹൈദരലി ശിഹാബ് ജനറൽ സെക്രട്ടറിയുമായി SMFൻ്റെ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരുന്നു. ബാപ്പുട്ടി ഹാജി ട്രഷററാകുന്നു. നവ്വറല്ലാഹു മറാഖിദഹും. ആ മഹാന്മാരെല്ലാവരും ഒന്നിച്ചുകൂടി പ്രവർത്തിച്ചു. 1980 സുന്നി മഹല്ല് ഫെഡറേഷൻ ചെയ്ത ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് മാതൃകാ ദർസ് സ്ഥാപിക്കുക എന്നത്. പല സ്ഥലങ്ങളിലും മാതൃകാ ദർസ് ഉണ്ടായി.
കൊണ്ടോട്ടിയിൽ ബഹുമാനപ്പെട്ട എം ബഷീർ മുസ്ലിയാർ പ്രത്യേകമായി മാതൃകാ ദർസ് സ്ഥാപിച്ചു. അങ്ങനെ മാതൃകാ ദർസിൽ ഭാഷകൾ പഠിപ്പിക്കാൻ തുടങ്ങി. ചില ആളുകളെങ്കിലും ചോദിച്ചു, സാധാരണക്കാർ ഇഖ്ലാസുള്ള ആളുകൾ, അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇന്നത്തെ ചില വിമർശനം പോലെ അതിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഭൗതിക വിദ്യ പഠിപ്പിക്കുകയോ പള്ളിയിലാണോ സ്കൂളിലെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് ചർച്ചയായി. അങ്ങനെ ഈ ചർച്ച ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പോകുന്നത് കണ്ടപ്പോൾ അതിനെ അടിച്ചമർത്താനും എതിരിടാനും മുന്നോട്ട് വരുന്നതിന് പകരം ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ചിന്തിച്ചു, രണ്ട് വിദ്യയും ഒരുമിച്ച് കൊടുക്കുന്ന വലിയൊരു സ്ഥാപനം നമുക്കുണ്ടാകണം, മതഭൗതിക സമന്വയ പഠന കേന്ദ്രം. ആ മതഭൗതിക സമന്വയ പഠന കേന്ദ്രത്തെക്കുറിച്ചുള്ള ആലോചനാ യോഗങ്ങളിൽ ഉരുത്തിരിഞ്ഞത് ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്നതായിരുന്നു. മഹാനായ ബാപ്പുട്ടി ഹാജി അതിൻ്റെ മുമ്പിൽ നിന്നു. കുഞ്ഞാപ്പു ഹാജിയും സൈദലവി ഹാജിയും സാമ്പത്തിക സഹായം ചെയ്യാൻ വന്നു. അങ്ങനെ സ്ഥലം കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടമായി. ഇന്ന് നിങ്ങൾ താമസിച്ച് പഠിക്കുന്ന മഹാസ്ഥാപനം 1983 ഡിസംബർ 25 ശിലയിട്ടു. അവിടെ അത് ആ ശിലയിടാൻ വേണ്ടി ആ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ആക്ഷേപമുള്ളവരുണ്ടായിരുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന വയലിൽ അത് നികത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പുട്ടി ഹാജിയെ നിരാശപ്പെടുത്താൻ വന്ന ആളുകളുണ്ടായിരുന്നു. മഹാനായ കണ്ണിയത്ത് ഉസ്താദും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ആ കാലഘട്ടത്തിലെ ഇതിഹാസ പുരുഷന്മാരാണ്. അവർ രണ്ടും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ആ മഹത്തായ ശിലാസ്ഥാപന കർമ്മം അരങ്ങേറുമ്പോൾ രണ്ടുപേരുടെയും സാന്നിധ്യമുണ്ടായിരുന്നു. കേരളം കണ്ട മഹാപ്രതിഭാശാലികളുടെ സംഗമം അവിടെ വെച്ച് ശിലയിട്ടു. അതിന് ബറക്കത്തുണ്ടാകും. ചിലർ ചോദിച്ചു, സിലബസ് വന്നപ്പോൾ 12 വർഷത്തെ പഠനത്തിലൂടെ ഈ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാതെ, ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് അയക്കാതെ, എയ്ഡഡ് സ്ഥാപനത്തിലേക്ക് പോലും അയക്കാതെ എങ്ങോട്ടാണ് നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്? വിമർശിച്ചവരിൽ പലരും ഉണ്ടായിരുന്നു, ആക്ഷേപിച്ചവരിൽ പലരും ഉണ്ടായിരുന്നു. നിങ്ങളൊരു തീരുമാനമെടുത്താൽ പരത്ത റബ്ബിൽ അർപ്പിച്ചുകൊണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന പരിശുദ്ധ ഖുർആന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ നേതാക്കൾ അതുമായി മുന്നോട്ട് പോയി. അവിടെ ഭാഷകൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഇസ്ലാമിക വിഷയങ്ങൾക്കൊപ്പം നല്ല തഹ്കീക്കുള്ള പണ്ഡിതന്മാർ വാർത്തെടുക്കത്തക്ക വിധത്തിലുള്ള അറിവ് അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് വളരെ കൃത്യമായ ഇൽമ്, ഉസൂലുൽ ഇൽമ് അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരായും അതുപോലെ തന്നെ ഹദീസ് പണ്ഡിതന്മാരായും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിച്ച് അവർക്ക് സൗകര്യമായ പഠനത്തിന് അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് ഭാഷ പഠിക്കാൻ, ഉറുദു പഠിക്കാൻ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ, ആ വിഷയത്തിൽ പ്രാവീണ്യമുള്ള ആളുകളെ കേരളത്തിൻ്റെ പുറത്തുനിന്ന് കൊണ്ടുവന്നു. ഉത്തരേന്ത്യയിൽ പ്രബോധന നടത്തൽ അനിവാര്യമാണ്. അത് ബാപ്പുട്ടി ഹാജിയെ പോലുള്ളൊരു മഹാൻ നേരത്തെ മുന്നിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അന്നത് പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്നത് അന്ന് കണ്ട് പ്രസംഗിച്ചവരാണവർ. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെ ഉറുദു ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് ഉറുദു ക്ലാസ് നടത്തി. ഭാരവാഹികൾ 1995 നോർത്ത് ഇന്ത്യയിൽ പര്യടനം നടത്തിയിട്ടുണ്ട്. ദാർഹുദയുടെ പഴയ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതിൻ്റെ പശ്ചാത്തലം അതൊക്കെ അവിടെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് കുട്ടികളെ അവിടെ അയച്ച് ആ കുട്ടികളെ സ്വീകരിച്ച് അവിടെ പ്രത്യേകമായി ബോധന പ്രവർത്തനം നടത്തുവാൻ, വഅ്ള് പറയാൻ സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ, പശ്ചാത്തലം ഒരുക്കാനാണ് അവർ പോയത്. ആ പശ്ചാത്തലം ഒരുക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ചെന്നുകൊണ്ട് പ്രത്യേകമായി ഈ കുട്ടികൾ റമദാനിൽ പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ പലരും ആകിട്ടരായി, സ്ഥാപനത്തെ പലരും പരിചയപ്പെട്ടു. 2 നേട്ടമാണ് ഉണ്ടായത്. ഒന്ന്, ഇത്തരമൊരു മതഭൗതിക സമന്വയ പഠന കേന്ദ്രത്തിൻ്റെ പ്രാധാന്യത മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കി. രണ്ടാമത്തെ ഒന്ന്, ദീൻ എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞു. അവർക്കൊരു പ്രചോദനമായി. 1997 ദാർഹുദയുടെ ചരിത്രത്തിൽ കാണാം, 36 അംഗ സംഘം നോർത്ത് ഇന്ത്യൻ പര്യടനം നടത്തി. ഈ ഉത്തരേന്ത്യയിലെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കാനായിരുന്നു. അവർ ശരിക്കും ഫീൽഡ് സ്റ്റഡി നടത്തി. ആ ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ട് അവിടേക്ക് കുട്ടികളെ പറഞ്ഞയച്ച് ദീനി ദഅവ നിർവഹിക്കാൻ മുന്നോട്ട് വന്നു. 1999 മഹാനായ ബാപ്പുട്ടി ഹാജി സാഹിബും അതുപോലെ തന്നെ ഇന്നത്തെ നിങ്ങളുടെ VC ബഹുമാനപ്പെട്ട ബഹൗദ്ദീൻ ഉസ്താദും ചേർന്നുകൊണ്ട് അന്ന് ഒരു 4 അംഗ സംഘം ഒരു വലിയ പര്യടനം നോർത്ത് ഇന്ത്യയിലേക്ക് നടത്തി, മധ്യേന്ത്യയിലേക്ക് നടത്തി, കേരളത്തിൻ്റെ സമീപ പ്രദേശത്തേക്ക് നടത്തി. അവിടങ്ങളിലൊക്കെ ഈ കുട്ടികൾക്കുള്ള സാധ്യതാ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് കളമൊരുക്കി. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഈ പ്രബോധന പ്രവർത്തനത്തിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ട് ബോംബെയിലെ ഖുവ്വത്തുൽ ഇസ്ലാം അറബി കോളേജിൻ്റെ സിലബസ് ഇങ്ങോട്ട് മാറി. ദാർഹുദ സിലബസിലേക്ക് ആ സ്ഥാപനം മാറി. ഒരു വലിയ മാറ്റം ആ പ്രദേശത്തെ മഹാരാട്ടിൽ കൊണ്ടുവരാൻ അതുകൊണ്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ കുട്ടികളെ ഇവിടെ മാത്രം തളച്ചിടുന്നതിന് പകരം ലോകോത്തരമായ സംസ്കാരം ഇസ്ലാമിക സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഈ കേരളത്തിൽ നിന്ന് അറബ് നാടുകളിലേക്ക് ആളുകളെ പറഞ്ഞേക്കാൻ തുടങ്ങി. UAE-യിലേക്ക് 1998 2 വിദ്യാർത്ഥികളെ UAE-യിലേക്ക് വിട്ടത്. നിങ്ങൾ നോക്കണം, നമ്മുടെ നേതാക്കളുടെ ഏറ്റവും വലിയ കാഴ്ചപ്പാട്. ഇവിടുന്ന് അറബ് നാട്ടിലേക്കാണ് നമ്മുടെ സ്ഥാപനത്തിൽ അറബി പഠിച്ച കുട്ടികൾ പോയിട്ട് അറബിയിലും ഉറുദുവിലും പ്രസംഗിക്കുന്നത്. അതവരെ അത്ഭുതപ്പെടുത്തി. അവിടെ പോയി ഖുതുബ വരെ ഓതിയ ആളുകളുണ്ടായിരുന്നു.
നല്ല മനോഹരമായ പ്രബോധന പ്രവർത്തനം, മതബൗദ്ധിക സമന്വയ പഠനമെന്ന ആശയം യഥാർത്ഥത്തിൽ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു ദാറുൽ ഹുദ. അതിൻ്റെ ശരിക്ക് ബുദ്ധി കേന്ദ്രവും പ്രവർത്തന കേന്ദ്രവും സേവന കേന്ദ്രവുമുണ്ട്. അതിൻ്റെ ബുദ്ധി കേന്ദ്രമായിരുന്നു എം ബഷീർ മുസ്ലിയാർ. അനുസ്മരിച്ചിട്ടുണ്ടാകും ഇവിടെ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അനുസ്മരിക്കുമ്പോൾ ഒരുപാട് പുതിയ പാഠങ്ങൾ പഠിക്കാനുള്ള വ്യക്തിയാണ് എം ബഷീർ മുസ്ലിയാർ. അദ്ദേഹം കൊണ്ടോട്ടിൽ ദർസ് നടത്തിയിരുന്നു. അന്ന് ഒരു ദർസിലുമില്ലാത്ത വിധം അധ്യാപകൻ ഒപ്പുവെക്കുന്നൊരു ഡയറി അദ്ദേഹം സൂചിച്ചു. അദ്ദേഹം തന്നെയാണ് ദർസ് നടത്തുന്നത്, അദ്ദേഹം തന്നെയാണ് പ്രിൻസിപ്പൾ, അദ്ദേഹം തന്നെയാണ് HM, അദ്ദേഹം തന്നെയാണ് എല്ലാം. പക്ഷേ അദ്ദേഹം ജോലി ചെയ്യുന്ന ദിവസം ഒരു രജിസ്റ്ററിൽ ഒപ്പുവെക്കും പോലെ തൻ്റെ ഡയറിയിൽ ഒപ്പുവെക്കും. എന്തൊരു മനോഹരമായ പ്രവർത്തനമാണത്. തൻ്റെ കർമ്മ നൈരന്തര്യം അദ്ദേഹം ഉറപ്പുവരുത്തി. ദർസുകളിൽ പരീക്ഷ എന്ന് പറയുന്ന സംവിധാനം അന്നില്ല. ദർസുകളിൽ പരീക്ഷ നടപ്പാക്കി. ഒരു ദർസിലും ഭാഷാ പഠനം അന്നില്ല. തൻ്റെ ദർസിൽ ഭാഷാ പഠനം നടത്താൻ തറവർ അഹമ്മദ് മാഷ വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി. ബോർഡും ചോക്കും ഒരു ദർസിലും അന്നില്ല. എം ബഷീർ മുസ്ലിയാർ കൊണ്ടോട്ടിലെ ദർസിൽ ബോർഡ് വെച്ചു, ചോക്ക് വെച്ചു, ഹാജർ പട്ടിക വെച്ചു. ഉളു എടുക്കുന്നത് പ്രാക്ടിക്കലായി കുട്ടികൾക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഇന്ന് നമ്മളത് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നോക്കണം, കയ്യെഴുത്ത് മാസിക ഇറക്കി, വീടുകളിൽ കയറി കുട്ടികളോട് വീട്ടുകാരുടെ അവസ്ഥകൾ ആലോചിച്ച് അവർക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പോരാൻ ഒരു ഗൃഹസമ്പർക്ക പരിപാടി ഉണ്ടാക്കി. ചരിത്രത്തിൽ അത്ഭുതമാണ്. ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കണം നിങ്ങൾ. ഇപ്പോഴും നമ്മളാരും അത് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വൈകുന്നേരം കുട്ടികൾക്കുള്ള ഫ്രീ ടൈം, ആ ഫ്രീ ടൈം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടികൾക്ക് നല്ല രീതിയിൽ ചെടി നടാനുള്ള പരിശീലനങ്ങൾ നടത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എത്ര വലുതാണ് നിങ്ങൾ ഓർത്ത് നോക്ക്. ആ കാഴ്ചപ്പാടിനോട് നമുക്ക് എങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിലെ സമൂഹത്തെ താരതമ്യപ്പെടുത്താൻ കഴിയും? ടൈം ടേബിൾ ഉണ്ടാക്കി അദ്ദേഹം, രക്ഷാകർത്തൃ യോഗം വിളിച്ചു അദ്ദേഹം. ഞാൻ പറഞ്ഞു വരുന്നത്, തൻ്റെ ദർസിൽ ഇതൊക്കെ നടപ്പാക്കിയ ഒരു മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഈ സ്ഥാപനത്തിന് ഏറെ ഉപകരിച്ചിട്ടുണ്ട്. ദാറുൽ ഹുദ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തി ഉപകരിച്ചിട്ടുണ്ട്. 1972 കടമേരിയിൽ പോയി ഒരു സ്ഥാപനം സ്ഥാപിക്കുമ്പോൾ അദ്ദേഹം ഈ കാഴ്ചപ്പാടാണ് അവിടെ നടപ്പാക്കിയത്. അവിടെ നിന്നാണ് സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ചിന്തയിൽ തുടക്കം കുറിച്ചതെങ്കിലും ദാറുൽ ഹുദ ശരിക്കും പ്രാവർത്തികമാക്കി. ഹൈദുറോസ് മുസ്ലിയാരും ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയും അതുപോലെ തന്നെ പാണക്കാട് സയ്യിദന്മാർ, പ്രത്യേകിച്ച് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, പിൽക്കാലത്ത് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, എല്ലാ അർത്ഥത്തിലും അളവിലും ദാറുൽ ഹുദക്ക് പ്രോത്സാഹനം കൊടുക്കുന്നു. ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഉലമാഇന്റെയും ഉമറാഇന്റെയും സാധാരണക്കാരൻ്റെയും ഒരു കൂട്ടായ്മ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയായി 1959 ഇത് വികസിച്ചു വരുമ്പോൾ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയായി ഇത് മാറി. 2009 ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയായി മാറുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് തുടക്കം മുതൽ ഇന്നേ വരെ ഈ ഉലമ ഉമറ സാധാരണക്കാരുടെ കൂട്ടായ്മയാണ്. ഇന്നതൊരു യൂണിവേഴ്സിറ്റിയാണ്. 2009 മുതൽ അതിനുവേണ്ടി പ്രവർത്തിച്ച പലരുമുണ്ട്, അനുസ്മരണം പലരുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ, EM സാറിനെ പോലുള്ള പ്രഗത്ഭനായ ഒരു ഭൗതിക വിദ്യാഭ്യാസ തൽപരൻ ദീനീ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മാർഗരേഖ വരച്ചു. വളരെ മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കണം, ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റു സ്ഥാപനങ്ങളെ പോലെയല്ല. മറ്റുള്ള സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്ത് പുറത്തു പോകുന്ന കുട്ടികൾ അവരുടെ തൊഴിൽ മേഖലകളിൽ സജീവമാകുന്നു എന്നതൊഴിച്ചാൽ മാതൃസ്ഥാപനത്തിൽ എപ്പോഴെങ്കിലും ഒരു അലുമിനി മീറ്റിന് വരുമെന്നല്ലാതെ ഒരു കൂടിച്ചേർന്ന വ്യവസ്ഥാപിതമായ പ്രവർത്തനം മറ്റു സ്ഥാപനങ്ങളിൽ അത്യപൂർവമാണ്. തീരെയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. വന്നാതിരുക്കൽ മഴതൂമിന്നൊക്കെയാണ് ഉസ്താദുമാരെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഞാനത് വിശദീകരിക്കണ്ടല്ലോ. പക്ഷേ ദാറുൽ ഹുദ അങ്ങനെയല്ല. ഹാദിയ എന്ന് പറയുന്ന വലിയൊരു വിഭാഗം അവർ കൃത്യമായി ഹുദവീസ് അസോസിയേഷൻ ഫോർ ഡിവോട്ടഡ് ഇസ്ലാമിക് ആക്ടിവിറ്റീസ് നല്ലൊരു കേന്ദ്രം സ്ഥാപിച്ചുകൊണ്ട് സ്ഥാപനത്തിനൊപ്പം നിന്നുകൊണ്ട് സ്ഥാപനത്തോടൊപ്പം അവരും സഞ്ചരിക്കുകയാണ്. അവർ ചെയ്ത അടുത്ത കാലത്ത് ഏറ്റവും വലിയ സേവനം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലും അത്ഭുതപ്പെടുത്തി. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അത് പറയുമ്പോൾ ചില ആളുകൾക്ക് മാനസിക പ്രയാസമൊന്നും വേണ്ട. ദാറുൽ ഹുദ ചെയ്ത പ്രവർത്തനത്തിൻ്റെ മഹത്വം, വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് മദ്രസകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സമത്വ ചെയ്ത സേവനം വിലമതിക്കാൻ പറ്റാത്ത സേവനമാണ്. ആ സേവനം ചെയ്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു മരണപ്പെട്ടവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഇന്ന് നേതൃത്വം കൊടുക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പക്ഷേ നിങ്ങൾ നോക്കൂ, ഉത്തരേന്ത്യയിലേക്ക് കാലെടുത്ത് വെക്കാൻ നമുക്ക് ദാറുൽ ഹുദയുടെ സന്തതികൾ വേണ്ടി വന്നു. ഉത്തരേന്ത്യയിൽ പോയി നമ്മുടെ കുട്ടികൾ അവരവിടെ മക്തബുകൾ ഉണ്ടാക്കി. ഏതാണ്ട് 12 സംസ്ഥാനത്ത് അവർ ദഅവത്തിന്റെ നാന്ദി കുറിച്ചു. ആന്ധ്രാപ്രദേശ്, ആസാം, ബീഹാർ, ജമ്മു കാശ്മീർ, ഝാർഖണ്ഡ്, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തെലുങ്കാന, UP, വെസ്റ്റ് ബംഗാൾ ഇവിടങ്ങളിലൊക്കെ നല്ല മനോഹരമായ മക്തബുകൾ സ്ഥാപിച്ചുകൊണ്ട് ദീൻ അറിയാത്ത കുട്ടികൾക്ക് ദീനീബോധം പകർന്നു കൊടുക്കുകയാണ്. അത് 21 മേഖലകളാക്കി റീജിയനുകളായി തിരിച്ചിട്ട് 163 റേഞ്ചുകളാക്കിയിട്ട് 2675 മദ്രസയാണ് അവിടെ മക്തബ്. ആ മദ്രസകൾ 2675 അവർ സ്ഥാപിച്ചു. ആ സ്ഥാപിച്ചതിൽ 611 പരിശോധിച്ച് സമത്വ അംഗീകാരം കൊടുത്തു.
വിദ്യാഭ്യാസ ബോർഡ് അംഗീകാരം കൊടുത്തു. 611 മദ്രസ. കേരളത്തിലല്ല, കേരളത്തിൽ മദ്രസ സ്ഥാപിക്കുന്നതിനേക്കാൾ പ്രയാസമുണ്ട് അവിടെ മദ്രസ സ്ഥാപിക്കാൻ. ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവിടെ പോയി മദ്രസ സ്ഥാപിച്ചു. 1,33,174 കുട്ടികൾ ഇന്ന് പഠിക്കുകയാണ് അവിടെ. എന്തൊരു വലിയ മാറ്റമാണ് അവർ വരുത്തിയത്. 3,504 അധ്യാപകർ, അവർക്ക് ശമ്പളം കൊടുക്കുന്നു, കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി ഈ കുട്ടികൾ പിരിച്ചെടുക്കുന്നു, അവരതിനു വേണ്ടി സംഭാവന ഉണ്ടാക്കുന്നു. നോക്കണം നിങ്ങൾ, 33 ശരീഅത്ത് കോളേജ്. എവിടെയാണത്? കേരളത്തിലല്ല. കോളേജുകൾക്ക് മുമ്പിൽ കോളേജല്ല, പള്ളിക്ക് മുമ്പിൽ പള്ളിയല്ല. നമ്മളങ്ങനെയാണല്ലോ. നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു? നമ്മുടെ ഒരു സ്വഭാവം പ്രത്യേകതയൊക്കെ അങ്ങനെയാ. വാശിക്ക് പള്ളി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പണ്ട് നമ്മൾ തമാശക്ക് പറയും പോലെ നമ്മൾ നൂറുൽ ഇസ്ലാം മദ്രസ ഉണ്ടാക്കിയ തൊട്ടപ്പുറത്ത് 200 ഇസ്ലാം മദ്രസ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു നമുക്ക്. അത് പോയി. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഇന്ന് ആവശ്യമുള്ള സ്ഥലത്ത് പോയിട്ട് മനോഹരമായിട്ട് 4371 കുട്ടികൾക്ക് 33 ശരീഅത്ത് കോളേജിൽ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. 108 സ്ഥാപനങ്ങൾ, തഅലീമെ ബാലിഗാൻ എന്ന് പറയുന്ന സെന്ററുകൾ, മദ്രസ പഠനം പൂർത്തിയാകാത്തവർക്ക്, മദ്രസയിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായ കുട്ടികൾക്ക്, തീരെ പഠിക്കാത്തവർ, വജ്ജത്ത് അറിയാത്തവർ, ഫാത്തിഹ അറിയാത്തവർ, ഉദു അറിയാത്തവർ, അങ്ങനത്തെ 4461 കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നു. ഹാദിയുടെ സേവനമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതൊക്കെയാണ് ദഅവത്ത്. കോലാഹലമുണ്ടാക്കുന്നവരും ഈ സമൂഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ദിശ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നവരുമായ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 153 QLM മീൻസ് ഖുർആൻ ലിറ്ററസി മിഷൻ. ഖുർആൻ ഓതി പഠിപ്പിക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ കേരളീയർക്കല്ല. ദീനെന്തെന്നറിയാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത, പൊട്ടു നടക്കുന്ന പെണ്ണുങ്ങളും മതിയായ വസ്ത്രം ധരിക്കാത്ത സ്ത്രീകളും ഒക്കെയുള്ള ദേശത്ത് അവരെ വിളിച്ചു വരുത്തിയിട്ട് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. പോരാ ഭൗതിക വിദ്യയും. 6 പ്രീ സ്കൂളുകൾ, 274 കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ പുറമെ കേരളത്തിലേക്ക് നോക്കൂ നിങ്ങൾ. പൊതുജനങ്ങൾക്ക് വേണ്ടി കോഴ്സുകളും പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും സംഘടിപ്പിക്കുന്ന ഏതാനും സ്ഥാപനങ്ങൾ സിപെറ്റ് എന്ന പേരിൽ ഇവിടെ മങ്ങിയായി നടക്കുന്നു. സെന്റർ ഫോർ പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, സിപെറ്റ്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വളരെ മനോഹരമായി ആ സ്ഥാപനങ്ങൾ കൊണ്ട് നടക്കുന്നു. 3000-ഓളം കുട്ടികൾ പഠിക്കുന്നു. 52 സ്റ്റഡി സെന്ററുകളുണ്ട്. അങ്ങനെ 5 വർഷത്തെ ബിരുദം കൊടുത്തുകൊണ്ട് അവർക്ക് മനോഹരമായി ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ ഫാമിലികൾക്ക് ദീൻ പഠിക്കാനുള്ള സൗകര്യങ്ങൾ, ഹാപ്പി ഫാമിലി, അതുപോലെ തന്നെ മഹദിയ കോഴ്സ് പ്രോഗ്രാം, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടത്തുന്നത്. ഒരു സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്ത് പുറത്തിറങ്ങിയ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. അതാണ് ഹുദവീസ് അസോസിയേഷൻ ഫോർ ഡിവോട്ടഡ് ഇസ്ലാമിക് ആക്ടിവിറ്റീസ്. ആ പേര് പോലെ തന്നെ കേവലം പേരിട്ട് അവർ വിശ്രമിക്കുകയല്ല, അതിനുവേണ്ടി പണം കണ്ടെത്തി നോർത്ത് ഇന്ത്യയിൽ ആവശ്യമുള്ള സ്ഥലത്ത് ദഅവത്ത് നിർവഹിക്കുകയാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർക്കത് മാതൃകയാണ്. നാളെ നിങ്ങളും അതിൻ്റെ ഭാഗമാകേണ്ടവരാണ്. നിങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി നല്ല ഭാഷാജ്ഞാനവും നല്ല കഴിവും ഫിഖിലും അതുപോലെ തന്നെ ഹദീസിലും പാണ്ഡിത്യവും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും. വിദേശത്ത് ജോലി കിട്ടും, സ്വദേശത്ത് ജോലി കിട്ടും. നിങ്ങളുടെ സമൂഹം കൈനീട്ടി സ്വീകരിക്കും. ആ ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി നിങ്ങൾക്കുണ്ടാകും, ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാകും. പക്ഷേ അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് മാത്രം ഒതുക്കി നിർത്താതെ ആ ബാധ്യതകൾ നിർവഹിക്കുന്നതോടൊപ്പം ഒരു സേവന സജ്ജത മുഖമുദ്രയാക്കണം നിങ്ങൾ. അതാണ് ദാറുൽ ഹുദ നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശം. ആ സന്ദേശം മുറുകെ പിടിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഒട്ടുവലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയും. നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നരകയാതനയിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്താൻ കഴിയും. ദാറുൽ ഹുദക്ക് കഴിയും, ഹുദവികൾക്ക് കഴിയും, ഹാദിയക്ക് കഴിയും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്ത്, നൈജീരിയയിൽ പോലും ഒരു കോളേജ് നടത്തുന്ന ഹുദവി പള്ളികൾ ഉണ്ടാക്കുന്നു, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ പ്ലേസ്മെന്റിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും പ്രഗത്ഭരായി നിൽക്കുന്ന UAE-യിലും മറ്റു രാഷ്ട്രങ്ങളിലും അതുപോലെ പല മേഖലയിലും പല യൂണിവേഴ്സിറ്റികളിലുമൊക്കെ സേവനം ചെയ്യുന്ന ഹുദവികളുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ്, ഒരു ഇന്റർനാഷണൽ സ്കോളറാണ്, ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയാണ്. ലോക പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെടുന്ന പ്രതിഭാസമ്പന്നനായ പണ്ഡിതൻ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ലോകത്ത് അറിയപ്പെടുന്ന വലിയ സമിതികളിലൊക്കെ അദ്ദേഹം മെമ്പറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കരിയർ കൂടുതൽ എടുത്തു പറയുന്നില്ല. ഇതൊക്കെ സാധിച്ചത് ഒരുമ കൊണ്ടാണ്. ഇത് മുഴുവൻ സാധിച്ചത് ഐക്യം കൊണ്ടാണ്. മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടായ്മയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരുമിച്ച് നിന്നാൽ പലതും നടക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, 2010 ഫെബ്രുവരിയിൽ മുസ്ലിം യൂത്ത് ലീഗ്, ഞാൻ അറിയാൻ തെറ്റിദ്ധരിക്കേണ്ട, ഉള്ള കാര്യം ചരിത്രത്തിൽ അങ്ങനെ തന്നെ പറയണ്ടേ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കൾ ഒരു നാഷണൽ ഡെലിഗേറ്റ് മീറ്റ് സംഘടിപ്പിച്ചു. കോഴിക്കോട്ടെ നാഷണൽ ഡെലിഗേറ്റ് മീറ്റിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രഗത്ഭരായ മുസ്ലിം യുവ നേതാക്കളെ ക്ഷണിച്ചു. ഉത്തരേന്ത്യൻ യുവ നേതാക്കൾ വന്നു. ആ നേതാക്കളുടെ കൂട്ടത്തിലുള്ള പ്രഗത്ഭനായിരുന്നു സാബിർ ഗഫാർ, ഷെയ്ഖ് ഷാ ജഹാംഗീർ, വെസ്റ്റ് ബംഗാളിൽ അദ്ദേഹത്തിൻ്റെ മകൻ, അതുപോലെ തന്നെ അഹമ്മദ് ദിലീർ ഖാനെ പോലുള്ള ആളുകൾ ആസാമിൽ നിന്ന് വന്നു. അവരൊക്കെ ഇവിടെ ഈ നാഷണൽ ഡെലിഗേറ്റ് മീറ്റിൻ്റെ യൂത്ത് ലീഗിൻ്റെ പ്രോഗ്രാമിന് വന്നിട്ട് അവർ കേരളത്തിലെ മതസ്ഥാപനങ്ങളും പ്രധാനപ്പെട്ട ഭൗതിക സ്ഥാപനങ്ങളും സന്ദർശിക്കാൻ പോയി. MEA എഞ്ചിനീയറിംഗ് കോളേജ് അവർ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. JDT ഇസ്ലാം അവർ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. PSMO കോളേജ് കാണിച്ചു കൊടുത്തു. SSM പോളിടെക്നിക് തിരൂർ ഒക്കെ കാണിച്ചു കൊടുത്തു.
ആ കൂട്ടത്തിൽ അവർ സ്ഥാപനം എന്ന രീതിയിൽ ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയിലും വന്നു. ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോൾ മാനേജ്മെൻറ്റും അടുത്ത അധ്യാപകരും വളരെ ബുദ്ധിപൂർവ്വം തന്ത്രപൂർവ്വം ഇവരെ സ്വീകരിക്കാൻ ഉറുദു വിദ്യാർത്ഥികളെ പ്രത്യേകം ഒതുക്കി നിർത്തി. ആ ഉറുദു വിദ്യാർത്ഥികൾ അവർക്ക് SMFനെ പരിചയപ്പെടുത്തി കൊടുത്തു, മഹല്ല് സംവിധാനത്തെ പരിചയപ്പെടുത്തി കൊടുത്തു, ദാറുൽ ഹുദയെ പരിചയപ്പെടുത്തി കൊടുത്തു. ഒരു ഇൻട്രാക്ഷൻ നീണ്ടു. വൈകുന്നേരം അവർക്ക് പങ്കെടുക്കേണ്ട പ്രോഗ്രാം പോലും കട്ട് ചെയ്തുകൊണ്ട് അവർ ഈ കുട്ടികളിൽ ആകൃഷ്ടരായി അവിടെ നിന്നു. ഞാൻ ഈ പറയുന്ന ഒരു വസ്തുതയാണ്. അങ്ങനെ വന്നപ്പോൾ ഈ കുട്ടികളുടെ ഇൻട്രാക്ഷനിലൂടെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കുട്ടികൾ അവരോട് സംവദിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കി കൊടുത്തപ്പോൾ, ഭാഷാ പരിധിയില്ലാതെ കാര്യം ബോധ്യപ്പെട്ടപ്പോൾ അവർ തുറന്നു പറഞ്ഞു, ഇതുപോലത്തെ ഒരു സ്ഥാപനം ഞങ്ങൾക്കും വേണം. അവർക്ക് ആശ മൊട്ടിട്ടു. അങ്ങനെയാണ് ഉത്തരേന്ത്യയിലേക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നെയും വെസ്റ്റ് ബംഗാളിൽ അതിനുവേണ്ടി സംവിധാനം ഒരുങ്ങുകയാണ്. അവിടെ പോയി 2 കുട്ടികൾ പ്രസംഗിച്ചപ്പോൾ അത് കേൾക്കാൻ ദിലേർ ഖാൻ ഉണ്ടായിരുന്നു. മുൻകിർ ഹുസൈൻ രംഗത്ത് വന്നു. അദ്ദേഹം വേണമെങ്കിൽ എത്ര ഭൂമിയും തരാമെന്ന് പറഞ്ഞു. 10 ഏക്കർ ഭൂമിയിൽ മനോഹരമായ സ്ഥാപനം അവിടെ ഉണ്ടാക്കി. 20 ഏക്കർ തരാനുള്ള സജ്ജനായിരുന്നു. പണക്കാരവിടെയുണ്ട്, യോജിപ്പിക്കാൻ ആളില്ല. പണ്ഡിതന്മാർ അവിടെയുണ്ട്, ഒരുമിച്ച് നിൽക്കാൻ സംവിധാനമില്ല. സാധാരണക്കാർ ധാരാളമുണ്ട്, ചിതറിക്കിടക്കുന്നു. അപ്പോൾ ഈ നാഷണൽ ഡെലിഗേറ്റ് മീറ്റിന്റെ ഫലമായി ഉത്തരേന്ത്യയിൽ മനോഹരമായ പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. ആസാമിൽ ഇപ്പോൾ 12 ഏക്കർ കിട്ടിയില്ലേ? ആ 12 ഏക്കർ വാങ്ങിയിട്ട് മനോഹരമായിട്ട് അവിടെ സ്ഥാപനം കെട്ടിപ്പടുക്കാൻ സംവിധാനമുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുബൈർ ഹുദവി ഇവിടെ ഉണ്ടാവും. CT അബ്ദുൽ ഖാദറും സുബൈർ ഹുദയും അടക്കമുള്ളവർ 17 ഏക്കർ സ്ഥലം വാങ്ങി കുർത്തുബ എന്ന് പറയുന്ന മനോഹരമായ സ്ഥാപനം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ബീർഭൂമിൽ ഞാൻ പോയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒന്നുമില്ലാത്തിടത്താണത്. മലപ്പുറത്തല്ല, കേരളത്തിലല്ല. ആ ഉത്തരേന്ത്യയിൽ ദീൻ എന്തെന്നറിയാത്ത ഒറ്റപ്പെട്ട് കിടക്കുന്ന സമൂഹത്തെ ദീനിന്റെ മാതൃവശത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ കെൽപ്പുള്ള പണ്ഡിത വൃന്ദം ചെയ്യുന്ന സേവന പ്രവർത്തനം എത്ര വലിയ ദഅവത്താണ്. അതിലും വലിയ ദഅവത്ത് എന്താ? ഖുർആൻ അങ്ങനെ ഓതിയാൽ മതി. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ എന്ന് ഓതി എന്ന് പറഞ്ഞാൽ പോരല്ലോ, അത് പ്രാവർത്തികമാക്കണ്ടേ? അത് പ്രാക്ടിക്കലാക്കി നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ. അബറാർ സിദ്ദീഖെ പോലുള്ള ആളുകൾ വെസ്റ്റ് ബംഗാളിൽ സഹായ വാഗ്ദാനം ചെയ്തു. അതുപോലെ മുനവ്വറാലും ബീഹാറിലും ഷാവലി ആന്ധ്രയിലുമൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ആ പേരെങ്ങനെ പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ നാസർ സാഹിബിൻ്റെ വെള്ളിലല്ലേ നാസർ ഉള്ളത്? വെള്ളില നാസർ ഇത്ര വലിയ സേവനം ചെയ്യുന്ന നാസറിനെ പലപ്പോഴും അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അദ്ദേഹം ആസാമിലൊക്കെ ചെയ്യുന്ന സേവനം, അതുപോലെ ഇവിടുന്ന് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന സേവനം. ഇപ്പോഴെൻ്റെ സുഹൃത്ത് CT അബ്ദുൽ ഖാദർ സാഹിബും ഒരു 17 പേരും ഒരു യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഒന്നിച്ച് യാത്ര പോവുകയാണ് പല സ്ഥാപനങ്ങളിലേക്ക്. നോർത്ത് ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ പോയി ഇതിൻ്റെ പ്രവർത്തനം വിലയിരുത്താൻ അവരിപ്പോൾ ആ യാത്രയിലാണ്. ആത്മാർത്ഥമായി ദിവസങ്ങൾ നീക്കിവെച്ചുകൊണ്ട് ആഴ്ചകളോളം ഒരു പര്യടനം. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഇന്ത്യാ തലത്തിലേക്കുള്ള വ്യാപനത്തിൻ്റെ ഭാഗമായ പര്യടനമാണ്. അള്ളാഹു അത് വിജയിപ്പിച്ചു തരട്ടെ. ആ ദഅവത്തിന് മുന്നോട്ട് വന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ സഹപ്രവർത്തകർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കാവലും പ്രദാനം ചെയ്യട്ടെ. അത്ര വലിയ സേവനമാണ് അവർ ചെയ്യുന്നത്. എന്നെയും വിളിച്ചതാണ്. പക്ഷേ എനിക്ക് ഒരു സാങ്കേതിക തടസ്സമുണ്ടായി. എന്താണെന്ന് ഇവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകാതിരുന്നത്. എൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു 2 ദിവസം മുമ്പ്. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പടച്ചറബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഓരോ ഇപ്പോൾ സാഫിയാജിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇരുത്തി പറയുമ്പോൾ ഒരു ശരിയല്ല. നിരന്തരം യാത്രയാണ്, നിരന്തര യാത്ര. ആ നിരന്തര യാത്രയിൽ ഞാൻ എപ്പോഴും പറയും, തിരുവനന്തപുരത്തേക്ക്, അതുപോലെ തന്നെ കർണാടകയിലേക്ക്, ബോംബെയിലേക്ക് ഇങ്ങനെ യാത്ര പോവാണ്. അവിടെ വാർപ്പുണ്ട്, അല്ലെങ്കിൽ അവിടെ പുതിയ കെട്ടിടത്തിന് സ്ഥലം കിട്ടുന്നുണ്ട്, അതിൻ്റെ പ്രോജക്റ്റ് പരിശോധിക്കാനാണ്, പ്ലാൻ പരിശോധിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തര യാത്ര. ശാരീരികമായി പ്രയാസമുണ്ട്, ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട്, അതും ദാറുൽ ഹുദക്ക് വേണ്ടിയുള്ള സഞ്ചാര മധ്യേ അദ്ദേഹത്തിന് അപകടം പറ്റിയത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എൻ്റെ സഹപ്രവർത്തകൻ എന്ന രീതിയിലുള്ള മനസ്സിൽ തട്ടി പറയുകയാണ്. ഒരു വലിയ സ്ഥാപനത്തെ കൊണ്ടു നടക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആക്ഷേപിക്കാനും അതുപോലെ തന്നെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കാനും ഒക്കെ ആളുകളുണ്ടാകും. പക്ഷേ നൈരന്തര്യം സേവന രംഗത്ത് അള്ളാഹു തൗഫീഖ് നൽകുന്ന ഒരു മനുഷ്യന് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾക്കും അങ്ങനെ തന്നെ ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖ്, ഒരു മനുഷ്യനെ ഖൈറിന്റെ ദലീലാക്കി വെക്കുന്നത് അള്ളാഹു ആ മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ തൗഫീഖാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമ്മൾ പിടിക്കേണ്ടത്. ആക്ഷേപിക്കുന്നവർ ആക്ഷേപിച്ചോട്ടെ, അധിക്ഷേപിക്കുന്നവർ എന്തും പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു മനുഷ്യനെങ്കിലും നേർവഴിക്ക് നടത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ദുനിയാവും അതിലുള്ള മുഴുവനും കിട്ടിയതിൽ ഒരു പക്ഷേ അതിന് തുല്യമാകില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എപ്പോഴും ഓതാറില്ലേ, മൻ ഇൻദഹു ഇൽമുൻ ഫല്യതസദ്ദഖ ബിഇൽമിഹി വമൻ ഇൻദഹു മാലുൻ ഫല്യതസദ്ദഖ ബിമാലിഹി വമൻ ഇൻദഹു ഖുവ്വത്തുൻ ഫല്യതസദ്ദഖ ബിഖുവ്വതി. ആരെ കുറിച്ചാണ് പറഞ്ഞത്? ആലിമും ഉമറാവും സാധാരണക്കാരും 3 പേരും യോജിച്ചു നിൽക്കണം. അവരെ കഴിവ് സംഭാവന കൊടുക്കണം. അപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അതാണ് ഇങ്ങനെ നമ്മൾ കണ്ടത്. SKSFന്റെ നാഷണൽ സമ്മേളനം നടന്നു.
നിങ്ങൾ കണ്ടില്ലേ, ആ സമ്മേളനം വിജയിപ്പിച്ചെടുത്തത് ഹുദവികളാണ്. ആ ഹുദവികൾ അതിനു വേണ്ടി സേവനം ചെയ്തത് അവർ സമത്വക്കാരായതുകൊണ്ടാണ്. അവർ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പന്ഥാവിൽ നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹല്ലുകളുടെ വലിയൊരു കൂട്ടായ്മ ബീഹാറിലുണ്ടായിരുന്നു, കിഷൻഗഞ്ചിൽ ഞങ്ങളൊക്കെ പോയതാ. ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് പ്രസംഗിക്കാൻ ഞങ്ങൾക്കൊക്കെ അവസരമുണ്ടായി. മഹല്ലുകളിൽ നിന്നൊക്കെ ആളുകൾ വന്നു. അവർക്ക് മഹല്ല് എന്തെന്ന് അറിഞ്ഞുകൂടാ, മൊഹല്ല എന്നാണ് അവർ പറയുക. അവർക്കത് അറിഞ്ഞുകൂടാ, ആ സംവിധാനത്തിൻ്റെ മേന്മ അവർക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഒരുപാട് നേരം അവരുമായി സംവദിച്ചു, ഒരു 2 ദിവസം അവിടെ നിന്നു പറഞ്ഞു കൊടുത്തു. ഈ രീതിയിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന വലിയ സമൂഹമുണ്ട്. നമ്മൾ അതാണ് പഠിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ നോക്ക്, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെക്കുറിച്ച് ജനങ്ങൾക്ക് മതിപ്പ് നഷ്ടപ്പെടുന്ന പ്രവർത്തനം നമ്മൾ ചെയ്താൽ അതെന്താണെങ്കിലും ശരി, അത് പരസ്യമാണെങ്കിലും ശരി, പ്രസംഗമാണെങ്കിലും ശരി, ഒക്കെ കണക്കാണ്. ആളുകൾക്ക് സമത്വയോട് മതിപ്പ് കുറഞ്ഞു വന്നാൽ നമ്മൾ എന്തു ചെയ്യും? ഈ സംഘടനയ്ക്ക് തളർച്ച വരില്ലേ? പാടില്ലല്ലോ. നമ്മുടെ പൂർവികർ ഊട്ടി വളർത്തിയ വലിയൊരു പ്രസ്ഥാനത്തിന് ഒരു നേരിയ പോറൽ പോലും ഏൽക്കാൻ പാടില്ല. സമത്വം നിലനിന്നാൽ പോരാ, അത് വളരണം. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗരേഖയാണ്. ഈ സമത്വയുടെ മദ്രസകൾ നിലനിർത്താൻ അടികൊണ്ടവരുണ്ട്, പണം കൊടുത്തവരുണ്ട്, കേസ് കൂടിയവരുണ്ട്. ഇന്നും ആ കേസിൽപ്പെട്ട് ബുദ്ധിമുട്ടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരൊക്കെ വെറുപ്പിക്കുന്ന പ്രവർത്തനം ആര് നടത്തിയാലും ശരി, ഈ സമൂഹം അതൊരിക്കലും അംഗീകരിക്കില്ല എന്ന് കൃത്യമായി ചരിത്രം തിരുത്തി എഴുതും. ഒരു സംശയം അതിന് വേണ്ട. പാണക്കാട് സാദാത്യങ്ങൾ കേരള മുസ്ലിങ്ങളുടെ ഒരു യോജിപ്പിക്കുന്ന കണ്ണിയാണ്, ഒരു കണക്റ്റീവ് ലിങ്കാണത്. ആ പാണക്കാട് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സമൂഹത്തിന് കൊടുത്ത നേതൃത്വം അത് വളരെ വലുതാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന 2 മഹാന്മാർ, ഒന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി തങ്ങൾ, അദ്ദേഹവും ദാറുൽ ഹുദയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ആ കുടുംബവും ഈ ഒരുമ, ഈ നേട്ടം അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഖംസുൻ കാന അലൈഹ അസ്ഹാബു മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത്, അതുപോലെ തന്നെ വത്താബിഊന ബിഹ്സാൻ, അവിടത്തോട് യഥാർത്ഥത്തിൽ പിൻപറ്റിയ മുഴുവൻ ആളുകളും 5 കാര്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് വിജയിച്ചത്. 5 ബേസിലാണ് അവർ വിജയിച്ചത്. അതിൽ ഒന്നാമതായി പറഞ്ഞത് ലുസൂമുൽ ജമാഅ, സംഘശക്തിയാണ്, ഒരുമിച്ച് നിൽക്കലാണ്, ഒറ്റക്കെട്ടായി നിൽക്കലാണ്. അത് വളരെ പ്രധാനമാണ്. ഒരു രാജ്യത്തെ ജനസമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം. 5 എണ്ണം പറഞ്ഞതുകൊണ്ട് മാത്രം ഓടിച്ചു പറയാൻ, വിശദീകരിക്കാൻ സമയമില്ല. രണ്ടാമത്തത് ഇത്തിബാഉസ് സുന്നഹ്. ഇത്തിബാഉസ് സുന്നഹ് എന്ന നമുക്കൊരു കൾച്ചറുണ്ട്. ആ കൾച്ചർ നമ്മൾ ശരിക്കും നിലനിർത്തുക. കൾച്ചർ നിലനിൽക്കുമ്പോഴേ നമുക്ക് വിജയമുള്ളൂ. കൾച്ചർ നിലനിന്നില്ലെങ്കിൽ അസിസ്റ്റൻസ് കൊണ്ട് കാര്യമില്ല. അസിസ്റ്റൻസ് പ്രശ്നമല്ല, ഐഡന്റിറ്റിയാണ് പ്രശ്നം. ഐഡന്റിറ്റിയോട് കൂടിയുള്ള അസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഹോണറബിൾ അസിസ്റ്റൻസ്, അല്ലെങ്കിൽ അസിസ്റ്റൻസ് വിത്ത് ഐഡന്റിറ്റി. അസിസ്റ്റൻസ് എന്താ പ്രശ്നം? നിലനിൽക്കാൻ ആർക്കാ പ്രശ്നം? ഒരു പ്രശ്നമല്ലോ. നിലനിൽക്കാൻ വല്ല പ്രശ്നമുണ്ടോ? ഈ ഇരിക്കുന്ന നമ്മളൊക്കെ കൂടി നാളെ BJP ചേർന്നാൽ നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അസിസ്റ്റൻസ് ഉണ്ടാവും, നിലനിൽപ്പുണ്ടാവും, ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങളെല്ലാവരും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്താൽ തൽക്കാലം പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. എന്നാൽ അഭിമാനമുണ്ടാവില്ല, അന്തസ്സുണ്ടാവില്ല. നമ്മൾ ദീനിന്റെ പക്ഷത്ത് നിൽക്കണ്ടേ? ഇത്തിബാഉസ് സുന്ന, നമുക്കൊരു കൾച്ചറുണ്ട്. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കൾച്ചറാണ്. ആ കൾച്ചർ നമുക്ക് മുറുകെ പിടിക്കണം. മറ്റൊന്ന് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന മനസ്സ് നന്നാക്കുക. നല്ല മനസ്സുണ്ടാകുമ്പോഴേ നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സ് നന്നാവാഞ്ഞാൽ പലതും സംഭവിക്കും, പലതും വരും. ഞാനത് വിശദീകരിക്കുന്നില്ല. മറ്റൊന്നൽ ജിഹാദു ഫീ സബീലില്ലാഹ്, നമ്മിലുള്ള തിന്മകളെ നമ്മൾ എതിർക്കുക, നമ്മളൊന്ന് നന്നായിരിക്കുക. ഞാനത് വിശദീകരിക്കുന്നില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 5 ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. 1ഉം 2ഉമല്ല, 5. ഒന്നാമത്തേത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചരണമാണെങ്കിൽ, രണ്ടാമത്തേത് ബിദ്അത്തിന്റെ പ്രതിരോധമാണെങ്കിൽ, മൂന്നാമത്തേതും വായിക്കണം, മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായികവുമായ അവകാശ അധികാര സംരക്ഷണം. അത് സമസ്തയുടെ ലക്ഷ്യമാണ്. ഭരണഘടന നോക്ക് നിങ്ങൾ, ഭരണഘടനയിലുണ്ട്. 1ഉം 2ഉം വളരെ പ്രധാനമാണ്. അതുപോലെ പ്രധാനമാണ് മൂന്നാമത്തേത്, മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായികവും. മഹാനായ ശൈഖുന ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് സംവദിക്കാൻ അവസരമുണ്ടായ ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തോട് കോഴിക്കോട് ഓഫീസിൽ വെച്ച് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ മഹത്തായ പ്രവർത്തനങ്ങളെ ശരിക്ക് അനുഭവിച്ച, നേരിട്ട് കണ്ട് അദ്ദേഹത്തിൽ നിന്ന് ആശീർവാദം സിദ്ധിച്ച ഒരു ഭാഗ്യം എനിക്കൊണ്ട്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാരണം SK തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ഓഫീസ് സെക്രട്ടറി ഞാനായിരുന്നു. സുന്നി അഫ്കാർ എന്ന പത്രം തുടങ്ങുന്നതിൻ്റെ ഓഫീസിൽ ഞാനാണ് വർക്ക് ചെയ്തത്. എൻ്റെ മാനേജറായിട്ട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ആദ്യമായി എന്നെയാണ് പോസ്റ്റ് ചെയ്തത്. ഞാൻ പൊങ്ങച്ചാൻ പറയല്ല. പിന്നെ അവിടെ നിന്ന് ഞാൻ സ്കൂൾ ജോലിയായപ്പോൾ സർക്കാർ ജോലിയിലേക്ക് മാറി. അപ്പോൾ ഇപ്പോൾ റിട്ടയറായി. ഒക്കെ ശരിയാ, പഴയ സേവനങ്ങളെ കുറിച്ചൊന്നും എടുത്തു പറയുന്നില്ല. ഞാൻ പറയുന്ന വിഷയം, ആ കോഴിക്കോട് ഓഫീസിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഷെയ്ഖുന വരുമ്പോൾ അന്നൊക്കെ നമ്മൾ പ്രഭാഷണ രംഗത്ത് വലിയ പ്രതിസന്ധിയുള്ള സമയമാണ്. ആ പ്രതിസന്ധിയുള്ള സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ ഭരണഘടനയിൽ മൂന്നാമതായി മുസ്ലിം സമുദായത്തിൻ്റെ മതപരവും എന്ന് പറഞ്ഞിട്ട് പിന്നെ സാമുദായികവും എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു. മതപരം എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ സാമുദായികം എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു. നീ ആ ഭരണഘടനയൊക്കെ നോക്കി. അതിൻ്റെ കോപ്പി ഉണ്ടോ? കോപ്പി ഉണ്ട്.
അതിന് മലയാള കോപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞത്. മതപരം എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്ത് തന്നെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സംരക്ഷിക്കും. പക്ഷെ സാമുദായികം എന്ന് പറയാൻ കാരണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഒരു ന്യൂനപക്ഷമാണ്. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടി, അതാണ് സാമുദായികം. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? മതപരമായും സംഘടിച്ച് നിൽക്കണം, സാമുദായികമായും സംഘടിച്ച് നിൽക്കണം. നമ്മുടെ സമത്വ കേരള ജമിയത്തുൽ ഉലമ മതപരമായി സംഘടിച്ചൊരു ബോഡിയാണ്. പാണക്കാട് തങ്ങൾ രണ്ടും ഒത്ത ഒരാളാണ്, മതപരവും സാമുദായികവും. സമുദായ നേതാവും തങ്ങൾ തന്നെ, മതനേതാവും തങ്ങൾ തന്നെ. ഇവിടെ ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട സമത്വയുടെ ആലിമീങ്ങൾ അവർ മതത്തിൻ്റെ നേതാക്കളാണ്, തങ്ങൾ രണ്ടിൻ്റെയും ഭാഗമാണ്. അപ്പോൾ ഈ ഭരണഘടനയിൽ വളരെ ബുദ്ധിപൂർവ്വമാണ് പൂർവികരത് എഴുതി വെച്ചത്. അത് നന്നായി പഠിക്കണം, അത് വിശദീകരിക്കണം. അത് വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം ഒന്നുണ്ടായി. 1985 ജൂൺ മാസം 14, ഡേറ്റ് നിങ്ങൾ ഓർമ്മിച്ചോളൂ. 1985 ജൂൺ 14 കോഴിക്കോട്ട് ശരീഅത്ത് മഹാസമ്മേളനം നടന്നത്. ആ ശരീഅത്ത് സമ്മേളനത്തിൽ ശൈഖുനയാണ് മുഖ്യ പ്രസംഗം നടത്തുന്നത്. അവിടെ എല്ലാ വിഭാഗം ആളുകളുമുണ്ട്, എല്ലാ അവാന്തര വിഭാഗങ്ങളുമുണ്ട്. അദ്ദേഹം മനോഹരമായി പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിൻ്റെ ശരീഅത്താണ് ചോദ്യം ചെയ്യപ്പെട്ടത്, അത് മദ്ഹബ് അനുസരിച്ച് സ്ഥാപിക്കപ്പെട്ടതാണ്. അതിനെ എതിർക്കുന്ന പലരുമുണ്ടെങ്കിലും ഞങ്ങൾ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്, ഞങ്ങളിതിൽ ഒരുമിച്ച് നിന്ന് പൊരുതുന്നു. ഇത് സാമുദായിക വിഷയമാണ്, അതുകൊണ്ട് സമുദായം എന്ന രീതിയിൽ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു തമാശ പറഞ്ഞു. ഈ ഒരുമക്ക് കളമൊരുക്കിയത് ഏത് ഇബ്ലീസ് ആണെങ്കിലും ആ ഇബ്ലീസിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ശൈഖുന പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഈ വിഷയം നമ്മൾ കത്തി നിൽക്കുന്ന സമയത്ത് ശൈഖുന ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രജിസ്ട്രേഷന് വേണ്ടി തയ്യാറാക്കിയ ഇംഗ്ലീഷ് ഭരണഘടനയുടെ ഒരു കോപ്പി തന്നു. ഞാൻ ഇന്നും അത് നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ നേരെ എനിക്ക് നിനക്ക് ഇത് ഉപകരിക്കുമെടാ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നതാ. എൻ്റെ കയ്യിൽ ആ ഇംഗ്ലീഷ് ഭരണഘടന ഇപ്പോഴും ഉണ്ട്, അന്നത്തെ പഴയ കോപ്പി. വേറെ ഇംഗ്ലീഷ് ഭരണഘടന ഞാൻ എവിടെയും അധികം കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞോളാം, ഞാൻ ബഹളം ഉണ്ടാക്കണ്ട. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുത്ത അതിൻ്റെ പേരിലാണ്. ആ രീതിയിൽ സമുദായത്തിൻ്റെ പ്രശ്നം നമ്മുടെ മൂക്കിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വഖഫ്. അറിയാലോ, നമ്മുടെ മൂക്കിൻ്റെ മുമ്പിൽ വഖഫ് മതത്തിലേക്ക് ഇങ്ങോട്ട് കയറി വരികയാണ്. പാർലമെൻറ്റിൽ നമ്മുടെ വഖഫാണ് ചർച്ച. നാളെ നമ്മുടെ വഖഫിൻ്റെ ഭൂമി എടുത്തുകൊണ്ടുപോയാൽ എന്ത് ചെയ്യും? കഴിഞ്ഞ ഇലക്ഷനിൽ ജുമുഅ നിങ്ങൾ എന്താ ചെയ്തത്? ജുമുഅക്ക് ഓരോ പള്ളിയിലും ഓരോ ടൈം ഉണ്ടാവും. പക്ഷെ കഴിഞ്ഞ ഇലക്ഷനിൽ എന്താ ചെയ്തത്? വെള്ളിയാഴ്ച ഇലക്ഷൻ വന്ന സമയത്ത് എല്ലാ പണ്ഡിതന്മാരും മതസംഘടനകളും തീരുമാനിച്ചു, ഒരങ്ങാടിയിൽ വിവിധ സ്ഥലത്ത് പള്ളി ഉണ്ടെങ്കിൽ ഓരോ പള്ളിയിലും വ്യത്യസ്ത സമയം, 12:45 ജുമുഅ, 1 മണിക്ക് ജുമുഅ, 1:15 ജുമുഅ, 1:30 ജുമുഅ, 1:45 ജുമുഅ. 4-5 ജുമുഅകളാണ് ഒരു കറിയയിൽ പല സ്ഥലത്തും നടന്നത്. കാലങ്ങളായി ജുമുഅ നമസ്കാരത്തിന് ഇട്ട ബോർഡ് മാറ്റി എഴുതി. എന്തേ കാരണം? വോട്ട് ചെയ്യണം. നമുക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാലും രാഷ്ട്രീയം നമ്മളെ തേടി വരും. പാണക്കാട് നിങ്ങൾ രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞ് ചെറുതാക്കണ്ട. മതം രാഷ്ട്രീയത്തിലേക്ക് പോവുകയില്ല, രാഷ്ട്രീയം മതത്തിലേക്ക് കയറി വരും. അത് ഉറപ്പല്ലേ? അതല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിവിടെ കവല പ്രസംഗം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ പ്രകടനം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? JPCക്ക് വഖഫ് ബില്ല് വിട്ടത്, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടത്, ശക്തമായി പാർലമെന്റിൽ 5-6 കയറി നിന്ന് ബഹളം വെച്ചുകൊണ്ടാണ്. അത് ഈ സമൂഹത്തിന്റെ സംഘശക്തിയുടെ ബലം തന്നെയാണ്. അതിനൊന്ന് ചെറുതാക്കി കാണിക്കേണ്ട നിങ്ങൾ. അതൊക്കെ ശരിക്കും ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ. ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മളൊക്കെ ശരിക്കും ഒരുമിച്ച് നിന്നാൽ പലതും നമുക്കിനി നേടാനുണ്ട്, ഭിന്നിച്ച് നിന്നാൽ പലതും നഷ്ടപ്പെടാനുണ്ട്. അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആലിമീങ്ങൾ അവർ ഈ സമൂഹത്തിൻ്റെ മാതൃകാ പുരുഷന്മാരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത പദവി എത്ര വലുതാണെന്നറിയുമോ? അള്ളാഹുവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുന്ന ആളുകൾ ആലിമീങ്ങൾ. ആലിമീങ്ങൾ പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണ്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ആലിമീങ്ങൾ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, വേറെ ആരോടുമാണ് പറഞ്ഞെന്ന് ടെസ്റ്റ് ചെയ്യണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചു, ഭരിക്കുന്നവന്റെ പിന്നാലെ പോകുന്ന തരത്തിലുള്ള ഉലമാക്കളെ നിങ്ങൾ കാണുന്നുവെങ്കിൽ ഫഖുൽ ബിഅസൽ മുലൂക് വ ബിഅസൽ ഉലമാ. അർത്ഥം പറയണ്ടല്ലോ, ബുദ്ധിമാന്മാരായ ആളുകളല്ലേ കൂടെയുള്ളത്. ബിഅസൽ മുലൂക് വ ബിഅസൽ ഉലമാ, അത് ചീത്ത ഏർപ്പാടാണ്. വഇദാ റഅയ്തൽ മുലൂക അലാ അബ്വാബിൽ ഉലമാ, ഉലമാക്കളൊക്കെ നേതാക്കളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേതാക്കളൊക്കെ ഉലമാക്കളുടെ അകത്തേക്ക് വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഫഖുൽ നിഅമൽ മുലൂക് വ നിഅമൽ ഉലമാ, അപ്പോഴാണ് നല്ല ഉലമാക്കളും അതുപോലെ തന്നെ നല്ല ഉമറാക്കളും ഉണ്ടാക്കുന്നത് എന്ന് കൃത്യമായി അള്ളാഹുവിൻ്റെ തിരുദൂതർ പഠിപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നിൽക്കേണ്ടിടത്ത് നിൽക്കുമ്പോൾ നമുക്ക് വിലയുണ്ടാവും. നമ്മൾ നിരീശ്വരത്വത്തെയും നിർമ്മതവാദത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ബഹൗദീസ് അത് കറക്റ്റായിട്ട് ചില കാര്യങ്ങൾ കൃത്യമായി ചില സമയത്ത് പറയുന്നത്. അത് പ്രവർത്തനത്തിൻ്റെ ആത്മാർത്ഥതയാണ്. ആ ആത്മാർത്ഥത നിങ്ങളൊക്കെ കാണിക്കണം. അതാണ് അള്ളാഹുവിൻ്റെ പുണ്യ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസുൽ ലാ യഗില്ലു അലൈഹിന്ന ഖൽബു മുഅ്മിനിൻ, ഒരു മുഅ്മിനിന്റെ ഹൃദയം ഒരിക്കലും വഞ്ചനയിൽപ്പെടുകയോ പതറുകയോ ഇല്ല. 3 കാര്യമുണ്ടെങ്കിൽ ഏതാണ് ആ 3 കാര്യം? ഒന്ന്, ഇഖ്ലാസുൽ അമലി ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടിയാക്കുക പ്രവർത്തനം. അതാണ് ബാപ്പുട്ടി ഹാജി ചെയ്തത്, അതാണ് CH ഹൈദ്രോസ് മുസ്ലിയാർ കാണിച്ചത്, അതാണ് MM ബഷീർ മുസ്ലിയാർ കാണിച്ചത്, ആരെയും പറയപ്പെടാതെ അഭിപ്രായം പറഞ്ഞിരുന്ന സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ കാണിച്ചത്. അവരൊക്കെ നമുക്ക് കാണിച്ച മാതൃക ഇഖ്ലാസുൽ അമലി ലില്ലാഹി. രണ്ടാമത്തേത് വന്നുസുഹു ലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം നേതൃത്വത്തോടൊരു ഗുണകാംക്ഷ. മുസ്ലിം നേതൃത്വത്തെ മോശമാക്കാൻ പാടില്ല, മുസ്ലിം നേതൃത്വത്തെ ചെറുതാക്കാൻ പാടില്ല. മൻ ഫാറക്കൽ ജമാഅത വസ്തദല്ലൽ ഇമാറത, ആരെങ്കിലും നേതൃത്വത്തെ ധിക്കരിക്കുകയും സംഘത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്താൽ അവൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോൾ അള്ളാഹിന്റെ അടുത്ത് അവന് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹം അവനുണ്ടാകില്ല എന്ന് കൃത്യമായി പറയുന്നു. വന്നുസുഹു ലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം നേതൃത്വത്തിന്റെ ആ നേതൃപാടവത്തെ അഭിനന്ദിച്ചുകൊണ്ട് കൂടെ നിൽക്കണം. വലുസൂമു ജമാഅതിഹിം, 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ഇഖ്ലാസ്, 2 സംഘബലം, നേതൃത്വത്തെ അനുസരിക്കുക. 3-ാമത്തേതോ നേതാവിന് ഗുണകാംക്ഷ. വന്നുസുഹു ലി അഇമ്മത്തിൽ മുസ്ലിമീൻ വലുസൂമു ജമാഅതിഹിം, ഒരുമിച്ച് നിൽക്കുക. അങ്ങനെ ഒരുമിച്ച് ആദർശം കളയണ്ടല്ലോ, ഒരുമിച്ച് നിൽക്കാൻ എന്തിനാ ആദർശം കളയുന്ന? ശരീഅത്ത് സമ്മേളനത്തിൽ ഷെയ്ഖുന നിന്നപ്പോൾ ഷെയ്ഖുനായുടെ ആദർശം ചോർന്നു പോയി എന്നളന്ന ചിലരുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്, അത് പറയേണ്ട സന്ദർഭവുമല്ല. ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ഈ 3 ഗുണം നിങ്ങൾക്കുണ്ടെങ്കിൽ ഫഇന്ന ദഅവതഹും തുഹീതു മിൻ വറാഇഹിം, ഫഇന്ന ദഅവതഹും തുഹീതു മിൻ വറാഇഹിം, നിങ്ങൾ ആ പ്രാർത്ഥനാ വലയത്തിൻ്റെ മധ്യയായിരിക്കും. ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളെ കൂടെ ഉണ്ടാകും. ആ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ 3 കാര്യം ഉണ്ടാകുമ്പോഴാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദാറുൽ ഹുദയുടെ ദൗത്യ വിജയം ഇതാണ്. ഈ ദൗത്യ വിജയം, ആ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. അതുകൊണ്ടാണ് ആത്മാർത്ഥത. വെയിലത്തൊരു കുടയും ചൂടി മണ്ണടിക്കുന്ന നേരത്തും തറകെട്ടുന്ന സമയത്തും അത് പൊങ്ങുന്ന സമയത്തും നോക്കി നിന്നൊരു ബാപ്പുട്ടി ഹാജി ഉണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. തൻ്റെ ബുദ്ധിശക്തി മുഴുവൻ കൊടുത്തുകൊണ്ട് സിലബസ് ആവിഷ്കരിച്ചുകൊണ്ട് അതിനെ വളർത്തിക്കൊണ്ടുവരാൻ നിന്ന MM ബഷീർ മുസ്ലിയാർ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഓടി നടക്കുവാനും പണം പിരിക്കുവാനും രാത്രി ഉറക്കൊഴിച്ച് തെണ്ടുവാനും ഒക്കെ വന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, CH ഹൈദ്രോസ് മുസ്ലിയാർ. ഞങ്ങളൊക്കെ കൈപിടിച്ച് അദ്ദേഹം പറഞ്ഞ ഉപദേശങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. ഇഖ്ലാസ് ആയിരുന്നതൊക്കെ. കുഞ്ഞാപ്പു ഹാജിയുടെ പണവും അതുപോലെ തന്നെ സയ്യിദ് അലവി ഹാജിയുടെ സേവനവും അതുപോലത്തെ കുറേ നിഷ്കളങ്കരായ ആളുകൾ, മുഴുവൻ ആളുകളുടെയും പേരെനിക്ക് പറയാനാവില്ല, അത്രമാത്രം ണ്ട്. ആ നുസ്ഹ്, ആ ഗുണകാംക്ഷ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം വല്ലാതെ നീണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് സഹായിച്ച ഒരുപാട് ആളുകൾ, നമ്മുടെ MP മാർ സഹായിച്ചിട്ടുണ്ട്, MLA മാർ സഹായിച്ചിട്ടുണ്ട്, പലരും സഹായിച്ചിട്ടുണ്ട്. ചേർത്ത് പിടിക്കലാണ് പ്രധാനം. ഈ ചേർത്ത് പിടിക്കലിൻ്റെ ചാലക ശക്തിയാണ് പാണക്കാട് കുടുംബം. ആ പാണക്കാട് കുടുംബം ഇതിൻ്റെ ഒരു മീഡിയേറ്ററാ. അവർ വിചാരിച്ചാൽ ഒരുപാട് സഹായം നമുക്ക് നൽകാൻ കഴിയും. അതാണ്, അവരെ ചെറുതാക്കേണ്ട ആവശ്യമില്ലല്ലോ. സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് വന്നപ്പോൾ സന്ദീപ് വാര്യർ ഇന്നലെ വരെ ഏത് ഭാഗത്തായിരുന്നു, അവിടുന്ന് അദ്ദേഹം മാറിയില്ലേ? അവിടുന്ന് അദ്ദേഹം മാറിയല്ലോ. അവിടുന്ന് അദ്ദേഹം മാറിയിട്ട് വന്നപ്പോൾ നേരെ പാണക്കാട്ടേക്ക് വരുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇവിടെയാണ് വരേണ്ടത്. അതൊരു വല്ലാത്ത സന്ദേശമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സന്ദീപ് വാര്യർ അവിടെ വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എത്രയാ? അവിടെ നമ്മൾ മനസ്സിലാക്കണം, പാണക്കാട് കുടുംബം എല്ലാവർക്കും സ്വീകാര്യമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന കുടുംബമാണ്. മാത്രമല്ല അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞ എന്താണ്, മനുഷ്യ സൗഹൃദത്തിൻ്റെ കേന്ദ്രമാണത് എന്നാണ്. നേരത്തെയുള്ള എൻ്റെ എല്ലാ ചിന്താഗതിയിൽ നിന്നും ഞാൻ മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ മാറി, നമുക്കും ഇല്ലേ ഇസ്ലാമിക ചരിത്രം. ഞാനിന്ന് അത്ഭുതത്തോടെ അയാളുടെ ഒരു ഇൻ്റർവ്യൂ, അഥവാ ആ മനുഷ്യൻ ഒരു പത്രത്തിൻ്റെ ആ ഒരു ചാനൽ പ്രതിനിധിയോട് പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളെ വധിക്കാൻ വന്ന ആളല്ലേ, അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തില്ലേ, നമ്മളെങ്ങോട്ട് ചരിത്രം പഠിപ്പിക്കുക? നോക്കണം നിങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ അയാളെ ആക്ഷേപിക്കുന്നൊരവസ്ഥ ഒരു മനുഷ്യന് മാറ്റിക്കൂടെ? ഒരു മനുഷ്യൻ്റെ അഭിപ്രായം മാറുമല്ലോ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വഅ്ശി റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിൻ്റെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദു ശുഹദാ ഹംസത്തുൽ ഖറാർ പറയുമ്പോൾ നമ്മുടെ മനസ്സ് തുടിക്കും. അദ്ദേഹത്തെ ചതിച്ചു കൊല്ലാൻ കളമൊരുക്കിയത് വഅ്ശിയാണ്. പക്ഷെ അദ്ദേഹം റളിയല്ലാഹു തആല അൻഹു എന്ന് വിളിക്കപ്പെടുക എന്താ കാരണം? നബി തങ്ങൾ മാപ്പ് കൊടുത്തു, ഹിന്ദിന് മാപ്പ് കൊടുത്തു, കഅബ് ബിൻ സുഹൈറിന് മാപ്പ് കൊടുത്തു. അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകരെ ഉഹദിലും അതുപോലെ തന്നെ ബദറിലുമൊക്കെ വധിക്കാൻ ശ്രമിച്ച, തൻ്റെ പിതാവിനെ കൊന്നതിന് പ്രതികാരം തീർക്കാൻ മുന്നോട്ട് വന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഇക്രിമത്ത് ഇബ്നു അബീ ജഹലിന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ പുറത്തു കൊടുത്തു എന്ന് മാത്രമല്ല, നബി തങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹു കുല്ല അദാവത്തിൻ അദാനിഹ, എന്നോട് കാണിച്ച എല്ലാ ശത്രുതയും നീ പൊറുക്കണേ തമ്പുരാനെ. വകുല്ല മസീരിൻ സാറ ഫീഹി ലിഇത്ഫാഇ നൂരിക,
നിന്റെ ദീനിന്റെ പ്രകാശം കെടുത്താൻ നടന്നു പോയ വഴികളിലെ കാലടികൾക്കൊക്കെ പുറത്തു കൊടുക്കണം. എൻ്റെ അഭിമാനം അദ്ദേഹം ചോദ്യം ചെയ്തതും പുറത്തു കൊടുക്കണം പഠിച്ചോനെ. എന്താണ് പറഞ്ഞ വാക്കൊക്കെ? എൻ്റെ എൻ്റെ മുന്നിൽ വെച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇല്ലാത്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പുറത്തു കൊടുക്കണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഏറ്റവും വലിയ ശത്രുവിന്. അങ്ങനെ വരുമ്പോൾ നമ്മളിതൊക്കെ ചരിത്രമൊക്കെ അവർ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. മനുഷ്യ സൗഹൃദം ഉണ്ടാകണം, മാനവ സൗഹൃദം ഉണ്ടാകണം. അവിടെ നമ്മുടെ ആദർശവും മുറുകെ പിടിക്കണം. ഈ സൗഹൃദം, ഈ ആദർശം, അതുപോലെ തന്നെ നമ്മുടെ ഈ ദാറുൽഹുദക്ക് വേണ്ടിയുള്ള സേവനം, ഇതൊക്കെ അമാനത്താണ്, എല്ലാം അമാനത്താണ്. അതൊക്കെ നമ്മുടെ സമൂഹം പഠിക്കുകയും പ്രചരിപ്പിക്കുകയും വേണം. സംഘപരിവാർ ശക്തിപ്പെടുമ്പോൾ ഈ ഒരുമ എന്ന അമാനത്ത് മുറുകെ പിടിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന അപകടത്തെക്കുറിച്ച് പിന്നെ ചിന്തിച്ചിട്ട് ഫലമില്ല. നോർത്ത് ഇന്ത്യൻ മുസ്ലിമിൻ്റെ ഗതി വന്നിട്ട് പിന്നെ കരഞ്ഞിട്ടും കെട്ടിപ്പിടിച്ചിട്ടും കരമില്ല, ഗുണമില്ല. നേരെ മറിച്ച് മുൻകൂട്ടി ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 9:30 മണിയായി, ഒരുപാട് സമയം വൈകിപ്പോയി. എന്നോട് ഷാഫിയാജി പറഞ്ഞത് 5 മണിക്കെങ്കിലും ആരംഭിക്കുന്ന, 5 മണിക്കെങ്കിലും ആരംഭിക്കും. എന്തുകൊണ്ട് ആരംഭിച്ചില്ല എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ 5:15 തുടങ്ങിയോ? ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ തോറ്റു. 5:15 തുടങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും ശരി, നിങ്ങൾ എപ്പോൾ തുടങ്ങിയാലും നിങ്ങൾ അവസാനിപ്പിക്കരുത് എന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. തുടക്കം എത്ര വൈകിയാലും ഇനിയും നമുക്കൊരുപാട് പാതകൾ താണ്ടാനുണ്ട്. നമ്മുടെ നേതാക്കൾ നടന്ന വഴിയിലൂടെ ഇനിയും പോകാനുണ്ട്. എനിക്കും ഒരുപാട് പറയാനുണ്ട്. ഇത് ദാറുൽഹുദയിലെ സമ്മേളനത്തിലെ പ്രസംഗമല്ല, ബാക്കി അവിടെ വെച്ചാകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.